എടി നീ ഒന്ന് മനസ്സിലാക്ക, നീ ഇങ്ങനെ ചൂടാവല്ലേ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ല. എടി പെണ്ണ, ഞാൻ പറഞ്ഞു നീ ഒന്ന് കേക്ക്. ഒരു കേക്കലും ഇല്ല, പറയലും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വീട്ടിലോട്ട് വിളിക്കട്ടെ. ചേച്ചിയാണല്ലോ. ആ എടാ, ഞാൻ ഇനി ഒരു നിമിഷം ഇയാളുടെ വീട്ടിൽ നിൽക്കില്ല. ഞാൻ അങ്ങോട്ട് വരുവാ. അമ്മയോട് പറഞ്ഞേരെ. ഞാൻ വരുവാന്ന് പറഞ്ഞില്ലേ? ആ ശരി. എന്തിനാണ് അവള് വിളിച്ചത്? അവളുടെ ഭർത്താവുമായിട്ടുണ്ട് വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വരുവാ. പക്ഷെ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയേ ഉള്ളൂ, അപ്പോഴത്തേക്ക് തുടങ്ങി അവിടെ സൂക്കട്. എടി നിക്കടി, ഞാൻ പറയുന്നൊന്ന് കേക്കുന്നേ. ഒരു നിക്കലും ഇല്ല. ഞാൻ പോവാന്ന് പറഞ്ഞാ പോവാ. നിക്കേ, തന്നെ പോണ്ട, ഞാൻ കൊണ്ടുവിടാം. ഇല്ല നാട്ടുകാരനെ പറയും. ഇനി ഒരു നിമിഷം ഞാൻ ആ വീട്ടിൽ നിൽക്കില്ല. എനിക്ക് മതിയായി, മടുത്തു ഞാൻ. എന്താടി, എന്താന്ന് വെച്ചാ കാര്യം പറ. ചുമ്മാ കിടന്ന് തുള്ളാണ്ട്. ആ വീട്ടിൽ എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയില്ല. ഞാൻ ഇനി അങ്ങോട്ട് പോകില്ല. എന്താണ് സംഭവിച്ചത്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിട്ടേ ഇന്ന് വരണ്ടേ. നിന്ന് തരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എടി, എന്താ പ്രശ്നം എന്ന് നീ പറ. അമ്മേ, അയാളുടെ വീട്ടുകാരെ ഞാൻ സ്നേഹിക്കുന്ന പോലെയും ബഹുമാനിക്കുന്ന പോലെയും എന്റെ വീട്ടുകാരെ അയാൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ വേണ്ടേ? കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിൽ ചെന്നാൽ അങ്ങനെയല്ലേ? അല്ലേ? എടി, അവൻ എന്താ ഒരു കുഴപ്പം? അവൻ എത്ര നല്ല മര്യാദയുള്ള പയ്യനാ. മര്യാദയുള്ള ഒരാള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മര്യാദയുള്ള ആളാണെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അതും എന്റെ കുടുംബത്തോടോ? നീ എന്താ മോനെ ചെയ്തേ? എന്റെ അമ്മ അത് ഇന്നലെ. മിണ്ടരുത് നിങ്ങള്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് കാര്യം പറയാനേ. അതെ, എന്താ സംഭവിച്ചെന്ന് പറ. അമ്മേ, ഞങ്ങൾ കിടക്കണ കട്ടിലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇയാളുടെ അമ്മയുടെ ഫോട്ടോ മാലയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടോ അയാളുടെ അമ്മയുടെ പടം മാത്രം മാലിട്ട് വെച്ചാൽ പോരല്ലോ? എന്റെ അമ്മയുടെ പടം കൂടെ മാലിട്ട് വെക്കണം. അതേ ഞാൻ പറഞ്ഞോളൂ. അത് അയാൾക്ക് പറ്റില്ലാന്ന്. അമ്മ പറ, ഞാൻ അയാളുടെ വീട്ടിൽ പോണോ? നീ പോക്ക് പോയാ നീ എന്നെ കൊണ്ടേ പോ. ഇങ്ങോട്ട് മാറടി.